നമ്മുടെ ക്യാരറ്റ് ബോൾ ഇവിടെ റെഡിയായി. നല്ല സൂപ്പറാണ്, നല്ല ടേസ്റ്റിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും, വലിയവർക്കും ഇഷ്ടമാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കണം. ഇതിൽ കൂടുതൽ പഞ്ചസാര വേണമെന്നുള്ളവർക്ക് ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരല്പം വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതൊക്കെ കൂടുതൽ ടേസ്റ്റ് ആകാനായിട്ട് നന്നാകും. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് കൊണ്ടുള്ള ഒരു വിഭവമാണ്. ക്യാരറ്റ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നല്ല മധുരമുള്ള, സ്വീറ്റായിട്ടുള്ള, പുളിയും എല്ലാം ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്യാരറ്റ് ബോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ ക്യാരറ്റ് ബോൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 2-3 ക്യാരറ്റ് എടുത്ത് അരിഞ്ഞ് വേവിച്ച് അതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. നമുക്കിതിങ്ങനെ നേരിയതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. വേകാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ വട്ടത്തിൽ അരിയുന്നത്. ഇങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം കുക്കറിൽ വെച്ച് ഒന്ന് വിസിലടുപ്പിച്ചെടുക്കുകയോ അതല്ലെങ്കിൽ ആവിക്ക് വെച്ച് പുഴുങ്ങിയാലും മതി. നമുക്കിത് കുഴച്ചെടുക്കാൻ വലിയ വെള്ളമൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് വെള്ളത്തിൽ ഇരുന്ന് വേവിച്ചെടുത്താൽ മതി. ഞാൻ ക്യാരറ്റ് വേവിച്ച് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് കുറച്ച് ഉരുട്ടിയെടുക്കാൻ പരുവത്തിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഉരുളകളായിട്ട് വരുന്ന രീതിയിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അത് രുചിക്ക് വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കണം. കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് ഞാൻ എടുത്തിരിക്കുന്ന പോലെ ചെറിയ ചെറിയ ബോളുകളാക്കി നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇത് റവയാണ്. റവയിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കാൻ നോക്കും. ഈ ബോളിനെ വറുത്തെടുക്കണം. റവയിൽ നമുക്കിതിങ്ങനെ പുരട്ടിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വരുമ്പോൾ എണ്ണയ്ക്കകത്തേക്ക് റവ വീണ് പോവില്ല. ഇതിൽ തന്നെ പിടിച്ചിരിക്കും, നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും. അതിന് ശേഷം നമുക്കിത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഞാൻ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതൊന്ന് ചൂടാകണം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
നമ്മുടെ ബോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എണ്ണ ഊറ്റിയ ചീനിച്ചട്ടിയിലേക്ക് ഞാൻ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള കെച്ചപ്പ് ആയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വേറെ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, അല്പം വിനാഗിരി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല, കെച്ചപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിലേക്ക് ഇത് പുരട്ടിയെടുക്കാം. ഇതാ നല്ലപോലെ കെച്ചപ്പൊക്കെ പിടിച്ച് നമ്മുടെ ക്യാരറ്റ് ബോൾ റെഡിയായി. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ ക്യാരറ്റ് ബോൾ ഇവിടെ റെഡിയായി. നല്ല സൂപ്പറാണ്, നല്ല ടേസ്റ്റിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും, വലിയവർക്കും ഇഷ്ടമാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കണം. ഇതിൽ കൂടുതൽ പഞ്ചസാര വേണമെന്നുള്ളവർക്ക് ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം, ഒരല്പം വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതൊക്കെ കൂടുതൽ ടേസ്റ്റ് ആകാനായിട്ട് നന്നാവും. നിങ്ങളെല്ലാവരും ഇത് കാണണം, ഇത് ഉണ്ടാക്കി നോക്കണം. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.